അല്ല, കുഞ്ഞെന്തിന് ഇത്രയും ബുദ്ധിമുട്ടി വന്നത്? സാറിന് പഴമാങ്ങ പച്ചടി ഉണ്ടാക്കി കൊടുക്കാനോ? വിഷ്ണു കുഞ്ഞാണല്ലോ. ഹലോ. ആ എടോ, ഇയാളത് എവിടെയാ? റെസ്റ്റോറന്റിലോ അതോ വീട്ടിലോ? ഞാൻ വിഷ്ണുവേട്ടന്റെ വീട്ടിലാ. വിഷ്ണുട്ടാ എവിടെ? വിഷ്ണുട്ടാ, സത്യാമ്മയുടെ വീട്ടില്. അവിടെ എന്താ? ഒരു കാര്യമുണ്ട് വിഷ്ണുട്ടാ. എന്ത് കാര്യം? അത് ഇപ്പൊ പറയാൻ പറ്റില്ല. വിഷ്ണുട്ടൻ ഇങ്ങോട്ട് വാ, അപ്പൊ പറയാം. ഞാൻ അങ്ങോട്ട് വരാനോ? ആ, ഇങ്ങ് വന്നേ. വിഷ്ണുട്ടന്റെ സ്വന്തം വീടല്ലേ. ശാലിനി, കളി പറയാനുള്ള ഒരു മൂഡിലല്ല ഞാനിപ്പോ നിൽക്കുന്നേ. കളിയല്ല, കാര്യമുണ്ട്. ഞാൻ വെറുതെ ഒന്നും പറയില്ലെന്ന് വിഷ്ണുട്ടന് അറിയാലോ. എടോ, ഇയാൾ കാര്യം പറയേ. വിഷ്ണുട്ടന് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വാ. സത്യാമ്മ ഇല്ല ഇവിടെ. നല്ല പഴമാങ്ങ പച്ചടി കൂട്ടിയേ ഊണ് കഴിക്കാം. ഞാൻ ഫോൺ വെക്കുകയാണേ. ഹലോ ഹലോ. എന്താ കുഞ്ഞെ ഇതെല്ലാം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വിഷ്ണുട്ടൻ വരട്ടെ പൊന്നി. അച്ഛനും മകനും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? ആ, അത് പറഞ്ഞപ്പോഴാ. കുറെ നേരം ആയല്ലോ സാറ് പ്രീതി കുഞ്ഞിന്റെ അടുത്ത്. കുടിക്കാനോ മറ്റോ വേണോ ആവോ? പൊന്നി നിക്ക്. പ്രീതിയുടെ കൂടെ കുറച്ചു നേരം തനിച്ചിരിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ അങ്ങോട്ട് പോയത്. ആ മനസ്സില് ഒരുപാട് സങ്കടങ്ങളുണ്ട്. മകളോട് പറഞ്ഞ് ഒന്ന് പെയ്തൊഴിയുന്നെങ്കിൽ അങ്ങ് പെയ്തൊഴിയട്ടെ. പ്രീതി, പ്രീതി മകളെ, അച്ഛനെ നോക്കടി മോളെ. നീ എല്ലാം കൈവിട്ടു പോവാണല്ലോ മോളെ നിനക്ക്. ജീവിതത്തില് സന്തോഷങ്ങളെല്ലാം ഈ വേനലിന് പറ്റുന്ന പുഴ പോലെ നിനക്ക് മുന്നിൽ എല്ലാം ആവിയായി പോവുകയാണല്ലോ മോളെ. മോളെ, അതെ, ഞാനേ മോളുടെ അമ്മയെ കല്യാണം കഴിക്കുമ്പോ ഞാനവളോട് ഒരാഗ്രഹമേ പറഞ്ഞിട്ടുള്ളൂ. നീ എനിക്ക് സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ തരണമെന്ന്. ആൺകുട്ടി വേണമെന്നായിരുന്നു ഭാമയുടെ ആഗ്രഹം. ആദ്യം പ്രസവിച്ച കുഞ്ഞ് ആണായി പോയതിന് ഞാൻ ഭാമയോട് പിണങ്ങിട്ട് പോലും ഉണ്ട്. എന്നാലും രണ്ടാമത്തെ പ്രസവത്തിൽ ഭാമ എന്റെ ആഗ്രഹം സാധിച്ചു തന്നു. എന്റെ സ്വപ്നം പോലെ തന്നെ നല്ല സുന്ദരിയായ തങ്കം പോലൊരു കുഞ്ഞ്. അപ്പോ ഭാമയോട് ചോദിച്ചു, എന്തിനാ രാഘവേട്ട ഒരു പെൺകുഞ്ഞെന്ന്. അവളെ എനിക്ക് ഈ മുടിയൊക്കെ ചേയി കെട്ടി കണ്ണൊക്കെ എഴുതി പൊട്ടു തൊടിയിച്ച് ഓരോ ഡ്രസ്സിനും ഇണങ്ങുന്ന മാലയും കമ്മലും ഒക്കെ അണിയിച്ച് ഒരു 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 പാവക്കുട്ടിയെ പോലെ ഈ മുടിയിലൊക്കെ റിബണൊക്കെ കെട്ടി കൂടെ കൊണ്ടുനടക്കണമെന്നാ.
അവളെന്നെ അച്ഛാന്ന് വിളിക്കുമ്പോ ഈ നെഞ്ചിനകത്തൊക്കെ ഒരു തണുത്ത കാറ്റ് വീശും. ഈ സുന്ദരിക്കുട്ടിയുടെ അച്ഛനാണല്ലോ ഞാനെന്ന് ഓർത്തിട്ടേ അതിന്റെ അഭിമാനം തോന്നും. കുഞ്ഞായിരിക്കുമ്പോ മോളെ നിന്റെ സാന്ദ്രയ്ക്ക് അപഹരിച്ചെന്ന് നിനക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ടാവാം. അതെ അതെ, എല്ലാ കുട്ടികളെയും അവരുടെ അച്ഛനമ്മമാര് ഓരോ സ്ഥലത്തേക്ക് തനിച്ചയക്കുമ്പോ നീ എവിടെ പോയാലും ഞങ്ങളിൽ ആരെങ്കിലും കാവലുണ്ടാവും. അത് സ്കൂളിൽ നിന്ന് ഒരു വിനോദയാത്രയ്ക്ക് പോലും നിന്നെ തനിച്ചയച്ചിട്ടില്ല. ട്യൂഷനോ ഡാൻസോ എന്തുണ്ടായാലും അതൊക്കെ നമ്മുടെ ഈ വീട്ടിനകത്ത്. മക്കളെ, അച്ഛന് പേടിയായിരുന്നു മോളെ. അച്ഛന്റെ ഈ നിധിയെ ആരെങ്കിലുമൊക്കെ അപഹരിച്ച് കടന്നു കളഞ്ഞാലോ എന്ന്. നീ തന്നെ കണ്ടെത്തിയ പയ്യന്റെ കയ്യിൽ നിന്നെ പിടിച്ചേൽപ്പിച്ചപ്പോ അച്ഛന് ഒരു പരിധി വരെ ആശ്വാസമായി. പക്ഷേ നീലാകാശത്തൊന്നും വെള്ളടി പോലൊരു ദുരന്തം അച്ഛനൊരിക്കലും പ്രതീക്ഷിച്ചല്ല മോളെ. മക്കളെ, അച്ഛനൊരു രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ച നീയാണല്ലോ മോളെ. തെരുവ് പട്ടികൾ കടിച്ചു ചീന്തിയ ഒരു മുയൽക്കുഞ്ഞിനെ പോലെ പ്രാണൻ മാത്രം ബാക്കിയായി ഈ കട്ടിൽ ഇങ്ങനെ. മക്കളെ, ആർക്കും വേണ്ടാതെ ഈ വീടിന്റെ ഒരു കോണിൽ നീ കിടക്കുന്നത് ഇനി എനിക്ക് കാണാൻ വയ്യ മോളെ. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിനക്ക് നഷ്ടപ്പെട്ടു. അവൻ നമ്മുടെ അർജുൻ കൂടി ഇല്ലാതായ പിന്നെന്താവും നിന്റെ അവസ്ഥ? ഞങ്ങളുടെ ഈ അച്ഛൻ്റെ അമ്മയുടെയും കാലം കഴിഞ്ഞ പിന്നെ നിനക്ക് പിന്നെ ആരാ മോളെ? ഇല്ല മോളെ. അതെ, നാവിലേക്ക് ഒരിറ്റ് വെള്ളം പോലും എത്തിച്ചു തരാൻ ആളില്ലാതെ, ശബ്ദമുയർത്തി നിലവിളിക്കാൻ പോലും ആവാതെ ബാധിച്ചത്ത ഒരു കിളിക്കുഞ്ഞിനെ പോലെ ഇവിടെ കിടന്ന് പുഴുവരിക്കാൻ നിന്നെ അച്ഛൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കില്ല. അച്ഛനത് ചെയ്യാൻ മനസ്സുണ്ടായിട്ടില്ല. അച്ഛന് നിന്നോട് ചെയ്യാൻ പറ്റുന്ന ഒരു കരുണയാ ഈ ചെയ്യുന്നത്. നീ അച്ഛനോട് ക്ഷമിക്കൂ മോളെ.
മക്കളെ നെഞ്ചു കുട്ടി പോവും മക്കളെ മക്കളെ രക്ഷിക്കണേ കിടന്ന് മോളെ രക്ഷിക്കണേ മോളെ മോളെ മകളെ രക്ഷിക്കണേ ശാലിനി മോളെ പ്രീതി 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 മോളെ പ്രീതി പ്രീതി എന്നെ ഇത് രക്ഷിക്കണേ എന്നെ ഒന്ന് രക്ഷിക്കണേ മോളെ പ്രീതി മക്കളെ അച്ഛാ അച്ഛാ അയ്യോ അച്ഛാ എന്താ പറ്റിയേ എന്താ അച്ഛാ അച്ഛാ നെഞ്ചു വേദനിക്കുന്നോ ഇതെന്താ അച്ഛാ അച്ഛൻ ശാലിനി അച്ഛന് നേരെ വയ്യ അച്ഛൻ മക്കളെ എഴുന്നേക്ക് അച്ഛാ ശാലിനി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിക്ക് അവർ ആംബുലൻസ് വിട്ടോളും അച്ഛൻ പൊന്നി കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ വെള്ളം വേണോ? വെള്ളം വേണം പൊന്നോട് ഞാനല്ലേ ഒരു വെള്ളം എടുത്തോണ്ട് പിന്നെ വെള്ളം വേണമെന്ന് ചോദിക്കണോ എടുത്തോട്ട് വാ നീ തിരക്ക് കൂട്ടാടാ ശാലിനി ഹോസ്പിറ്റലിൽ വിളിച്ചില്ല ഇതുവരെ ഇല്ല, അച്ഛനോട് ജ്യോതിക്ക് വിളിക്കണോന്ന്. എന്ത് എടാ കുഴപ്പമൊന്നുമില്ലടാ, ഹോസ്പിറ്റലോ ആംബുലൻസോ ഒന്നും വേണ്ട. എന്താ ഈ പറയുന്നേ? ദേ എനിക്ക് നെഞ്ചോനെ മണ്ണാകട്ടെ ഒന്നുമില്ല, എല്ലാം ദേ ഇവളുടെ പ്ലാനിങ്ങാ. പ്ലാനിങ്ങോ? എന്ത് പ്ലാനിങ്? ആ പോനി എന്തായാലും കൊണ്ടുവന്നില്ലേ, ഇങ്ങോട്ടുവാ ഇങ്ങോട്ടുവാ. എടോ താനെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. പ്രീതി എന്നും ഇങ്ങനെ കിടന്നാ മതിയോ വിഷ്ണുട്ടാ? അവളുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള ശ്രമമായിരുന്നു അച്ഛന്റെ ഈ ഹാർട്ട് അറ്റാക്ക്. തനിക്ക് പ്രിയപ്പെട്ടവരൊത്ത് ജീവിക്കാനുള്ള കൊതി പ്രീതിയെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നല്ലേ അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഒരു നാടകം കളിച്ചതാ പ്രീതിക്ക് മുന്നില്.
അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് മുന്നിൽ വീണ് കിടന്ന് പെടയുമ്പോ സഹായിക്കാൻ ആരുമില്ലാതെ അച്ഛൻ കൺമുന്നിൽ കിടന്ന് പെടഞ്ഞു മരിച്ചു പോകുമെന്ന് തോന്നുമ്പോ അവള് തനിയെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അതിന് പ്രീതിക്കൊരു മാറ്റം ഉണ്ടായില്ലല്ലോ. അത് വിഷ്ണുവേട്ടന് തോന്നുന്നതാ. അച്ഛൻ ഈ അഭിനയം നടത്തുമ്പോ പ്രീതി അറിയാതെ കുറച്ച് മാറി നിന്ന് അവളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ബിന്ദുവിൽ തന്നെ തറച്ചു നിൽക്കാറുണ്ടായിരുന്ന പ്രീതിയുടെ കണ്ണുകൾ ആ അപകടത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ട് അനങ്ങി. അച്ഛൻ നിലത്ത് കിടന്ന് ഉരുളുന്നതിനനുസരിച്ച് ആ ദിശയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു പ്രീതി. അവളുടെ ശ്വാസഗതി വർദ്ധിച്ചു. കടുത്ത സമ്മർദ്ദം അവൾ അനുഭവിക്കുന്നുണ്ടെന്ന് ആ മുഖം കാണുമ്പോൾ തന്നെ അറിയായിരുന്നു. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും അവൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാന്നല്ലേ അതിനർത്ഥം. നമ്മൾ അനുഭവിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അവളെയും സ്വാധീനിക്കുന്നുണ്ട്. കൃഷ്ണമണികൾ ഒഴികെ മറ്റൊന്നും ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രം. ഇതൊരു വലിയ ചേഞ്ച് തന്നെയാ വിഷ്ണുട്ടാ. ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ പ്രീതിക്കൊരു പക്ഷെ പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടനല്ലേ? ഏയ്, കോമയിലല്ലേ വിഷ്ണുട്ടാ. ഒറ്റയടിക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും സുഖം പ്രാപിക്കലൊന്നും ഉണ്ടാവില്ല. നമ്മൾ അതിന് ശ്രമിച്ചാൽ തന്നെ അതിന്റെ ദോഷഫലങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. 3-4 മാസമായിട്ട് ഒരേ കിടപ്പിലല്ലേ. എടാ, നീ വന്നതേ എനിക്കൊരു രക്ഷയായി. ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാലേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാടാ. അതോ ഈ നിലത്തി വീണ്ടും ദുരണ്ടിട്ടൊക്കെ. എന്നോട് അങ്ങോട്ട് വന്നേക്കരുതെന്ന് ശാലിനി കുഞ്ഞ് പറഞ്ഞുകൊണ്ടാ ഞാൻ മാറി നിന്നത്. എന്തായാലും പ്രീതിക്ക് ഇത്രയും പുരോഗതി ഉണ്ടായ സ്ഥിതിക്ക് ബാക്കി നമുക്ക് നോക്കാം. മോനെ, നീ ഒന്ന് പേടിച്ചല്ലേ? പിന്നല്ലാതെ. പോട്ടടാ. ശാലിനി, നമുക്കേ ഇയാളുടെ വീട് വരെ ഒന്ന് പോണം. എന്താ വിഷ്ണുട്ടാ? അത് പോകുന്ന വഴി പറയാം, ഇപ്പൊ വേണ്ട. അച്ഛാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോനെ, ഞാൻ വിളിച്ചോളാം. ആ അച്ഛാ. ആ ശരി മോളെ. പൊന്നി, വാ. ഇനി എന്താണാവോ ശാരദാമ്മയുടെ വീട്ടിൽ സംഭവിച്ചത്? രോഹിത്, രോഹിത് എന്നെ തുറന്നു വിട് പ്ലീസ്. രോഹിത്തിന്റെ ഫോണെങ്കിലും ഒന്ന് താ. രോഹിത്, മോനെ, ഇന്നാ ഈ ചായ കുടിച്ചിട്ട് പോ. മോനെ, ഇങ്ങനെ എത്ര കാലമാ അവളെ ഈ മുറിക്കകത്ത് പൂട്ടിയിടുക? ജീവിതകാലം മുഴുവൻ അവളെ ഇവിടെ പൂട്ടിയിടുന്നൊന്നും ഞാൻ കരുതുന്നില്ലമ്മേ. കുറച്ചുകാലം അവൾ അതിനകത്ത് കിടന്ന് മര്യാദ പഠിക്കട്ടെ. എങ്ങോട്ടാ നീ ഇപ്പം? കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണം. മരിച്ചു എന്ന് കരുതിയ ആള് തിരിച്ചു വന്ന സന്തോഷത്തിലാ അവരെ.
ഞാൻ പോയിട്ട് വരാമേ. ശരി മോനെ. തലേ എന്താടി നിങ്ങളുടെ മോൻ പോയോ? അറിഞ്ഞിട്ടിപ്പോ നിനക്ക് എന്തോ വിശേഷം? അവനോടെ പുറം ലോകമൊക്കെ നന്നായിട്ട് കണ്ടോളാൻ പറഞ്ഞു. ഇനി കുറച്ചാലേ ഇങ്ങനെ നടക്കൂ. പിന്നെ അവനെ അകത്താ. അവൻ മാത്രമല്ല നിങ്ങളും. പിന്നെ ഇനി കുറെ നടക്കും. തള്ളേ, നിങ്ങൾക്കോ വിവരമില്ല. അതൊരു കുറ്റമാണെന്ന് ഞാൻ പറയത്തൂല്ല. നിങ്ങളുടെ മോനുണ്ടല്ലോ, അവൻ പുറത്തിറങ്ങി ആൾക്കാരൊക്കെ കാണുന്നുണ്ടല്ലോ. ഗാർഹിക പീഡനേ വലിയ കുറ്റാ. അത് വെച്ച് നിങ്ങളെ ഞാൻ പൂട്ടും. ഞാൻ ചത്തിട്ടാണെങ്കിലും നിങ്ങളെ ഞാൻ പൂട്ടും.